പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിന് വത്തിക്കാനിലുള്ള ഔദ്യോഗിക ഓഫീസാണ് വിശ്വാസ കാര്യ മന്ത്രാലയം, ദ ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്. ഈ വിശ്വാസകാര്യ മന്ത്രാലയം 2025 നവംബർ 4 ഒരു പുതിയ പ്രബോധനം പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. മാത്തർ പോപ്പുലി ഫിദേലിസ് എന്ന പേരിലാണ് ആ രേഖ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ദി മദർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് അത് ഇംഗ്ലീഷിൽ നമുക്ക് തർജ്ജമ ചെയ്യാം. ഈ രേഖയിൽ സഹരക്ഷിക എന്ന പേരും എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്ന പേരും പരിശുദ്ധ മറിയത്തിന് ഉചിതമല്ല എന്ന് ലയോപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് സാധാരണ വിശ്വാസികളിടയിൽ പല സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. സഭാശത്രുക്കൾ ഇത് മുതലെടുത്ത് ദൈവജനത്തെ വഴിതെറ്റിക്കാനും സാധ്യതയുണ്ട്. ഇത്തരുണത്തിൽ ഈ പ്രഖ്യാപനം വഴി തിരുസഭ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ കന്യാമറിയത്തിനുള്ള ഉന്നത സ്ഥാനം ഈ രേഖയിലൂടെ സഭ നിഷേധിക്കുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യരക്ഷാകർമ്മത്തിൽ മാതാവിനുള്ള അതുല്യ പങ്കം ഈ പ്രബോധന രേഖയിലൂടെ സഭ ചോദ്യം ചെയ്യുന്നില്ല. പരിശുദ്ധ മറിയത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കരുത് എന്നും സഭ ഇതിലൂടെ ആവശ്യപ്പെടുന്നില്ല. മരിയ വ്യക്തിയെ അല്പം പോലും തള്ളിപ്പറയാനും സഭയ്ക്ക് ഉദ്ദേശമില്ല. മറ്റു ചിലരുടെ സംശയം, ഇത്രയും നാളും സഹരക്ഷിക എന്ന ഒരു വിശ്വാസത്തെ സഭയ്ക്കുണ്ടായിരുന്നു, ഇപ്പോൾ സഭ അത് ഉപേക്ഷിക്കുകയല്ലേ ചെയ്തത്? സഭയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ലേ? അതുപോലെ തന്നെ എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്ന ഒരു പദവി പേരും സഭ മറിയത്തിന് കൊടുത്തിരുന്നതല്ലേ മുൻകാലങ്ങൾ? ഇപ്പം എന്തുകൊണ്ടാണ് അത് നിഷേധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രണ്ട് പദവി പേരുകളും ഔദ്യോഗികമായി സഭ ഒരിക്കൽ പഠിപ്പിച്ചിട്ടില്ല. സഹരക്ഷിക എന്ന് സഭയുടെ ഔദ്യോഗിക രേഖകളിൽ ഒന്നിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്ന പദവി പേരും സഭ ഔദ്യോഗികമായി ഉപയോഗിച്ചിട്ടില്ല. മാതാവിനെ പറ്റി 4 വിശ്വാസത്വങ്ങൾ മാത്രമേ സഭ പഠിപ്പിച്ചിട്ടുള്ളൂ. മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണ്, മാതാവ് നിത്യകന്യകയാണ്, മാതാവ് അമലോത്ഭവയാണ്, മാതാവ് സ്വർഗാരോപിതയാണ്. സഹരക്ഷിക ഈ മരിയൻ വിശ്വാസത്വങ്ങൾ പെടുന്നതല്ല. മരിയൻ വിശ്വാസത്വങ്ങൾ, അതായത് എല്ലാ കത്തോലിക്ക വിശ്വാസികളും വിശ്വസിക്കുവാൻ കടപ്പെട്ടവയാണ് വിശ്വാസത്വം എന്ന് വിശേഷിപ്പിക്കുന്നത്, ഡോഗ്മ ഓഫ് ഫെയ്ത്ത്. മാതാവിനെ പറ്റി അങ്ങനെ അവശ്യാവശ്യം വിശ്വസിക്കേണ്ടത് ഈ 4 കാര്യങ്ങളേ ഉള്ളൂ: ദൈവമാതാവും നിത്യകന്യയും അമലോത്ഭവയും സ്വർഗാരോപിതയും. സഹരക്ഷിക എന്നത് മാതാവിൻ്റെ 5ാം വിശ്വാസത്വമായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യവും ആഗ്രഹവും സഭയുടെ പല വൃത്തങ്ങളിൽ നിന്ന് ഇതിനകം ഉണ്ടായിട്ടുണ്ട്. പല ദൈവശാസ്ത്രജ്ഞന്മാരും അതിനുവേണ്ടി വാദിച്ചിട്ടുണ്ട്. പക്ഷേ വർഷങ്ങളെടുത്ത വ്യക്തമായ പഠനത്തിന് ശേഷം ആ സഹരക്ഷിക എന്നത് വിശ്വാസത്വമായി പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് തിരുസഭ എത്തിയത്. സത്യത്തിൻ്റെ തൂണും കോട്ടയും എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സഭയെ വിളിക്കുന്നത്.
അതുകൊണ്ട് സഭയിലൂടെ മാത്രമേ പൂർണ്ണ സത്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ സഭ പഠിപ്പിക്കുന്നത് ഒരു തെറ്റും വന്നിട്ടില്ല. സഭ പഠിപ്പിച്ചതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ആശയക്കുഴപ്പങ്ങൾ, സംശയങ്ങൾ തീർച്ചയായും മാറും. നമുക്ക് ആദ്യമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യരക്ഷാകര കർമ്മത്തിൽ മാതാവിൻ്റെ പങ്ക് എന്തായിരുന്നു. ഈശോയാണ് ഏകരക്ഷകൻ, യാതൊരു സംശയവുമില്ല. അവിടുത്തെ മനുഷ്യാവതാരവും അവിടുത്തെ ജീവിതവും സഹനവും മരണവും ഉത്ഥാനവും വഴിയാണ് അവിടുന്ന് ലോകത്തെ രക്ഷിച്ചത്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ ദൈവത്തിനേ കഴിയൂ. ഈശോ ദൈവമാണ്, മറിയം മനുഷ്യവ്യക്തിയുമാണ്. അതുകൊണ്ട് മറിയത്തിന് ആരെയും രക്ഷിക്കാൻ സാധ്യമല്ല. ദൈവം തന്നെയായ യേശുക്രിസ്തുവിനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ദൈവം തന്നെയായ യേശുക്രിസ്തു രക്ഷാകര കർമ്മത്തിൽ പരിശുദ്ധ മറിയത്തിന് മറ്റാർക്കുമില്ലാത്തൊരു പങ്കാളിത്തം ദൈവം നൽകി എന്നുള്ളത് പരമാർത്ഥമാണ്. അതുകൊണ്ട് മനുഷ്യരക്ഷാകര കർമ്മത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് അനന്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് സഭ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപ്പറ്റി ഏറ്റവും ആധികാരിക രേഖ എന്ന് പറയുന്നത് സാർവത്രിക സൂനകദോസുകളുടെ പ്രബോധനങ്ങളാണ്. സാർവത്രിക സൂനകദോസ് എന്ന് പറയുന്നത് മാർപ്പാപ്പയോ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ ലോകത്തുള്ള മുഴുവൻ മെത്രാന്മാരും ഒരുമിച്ച് ഐക്യകണ്ഠേന പഠിപ്പിക്കുന്ന സത്യങ്ങളാണ്. രണ്ടാം വത്തിക്കാൻ സൂനകദോസിൽ 2635 മെത്രാന്മാർ ഒരുമിച്ച് ചേർന്ന് 3.5 വർഷത്തോളത്തെ പ്രാർത്ഥനയും പഠനത്തിന് ശേഷമാണ് ഈ സത്യങ്ങളെല്ലാം വ്യക്തമായി നിർവചിച്ചത്. അതിൽ മാതാവിനെ പറ്റിയുള്ള പ്രബോധനങ്ങൾ വ്യക്തമായി കൊടുത്തിരിക്കുന്നത് ഈ ലൂമൻ ജൻസി എന്ന തിരുവെഴുത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിലാണ്. അതിൽ 55-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും ഉൾപ്പെടെയുള്ള വേദപുസ്തകവും പൂജ്യമായ പാരമ്പര്യവും രക്ഷകന്റെ മാതാവിന് മനുഷ്യരക്ഷാ പദ്ധതിയിലുള്ള സ്ഥാനം സുവ്യക്തമായും സുപ്രധാനമായും പ്രകാശിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത രീതിയിൽ ഈ രേഖയിൽ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ മറിയത്തിന് മനുഷ്യരക്ഷാകര കർമ്മത്തിൽ ഒരു വലിയ പങ്കുണ്ട്. ഇനി അതേപ്പറ്റി 56-ാം ഖണ്ഡികയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ദൈവത്തിൻ്റെ രക്ഷാകരമായ തിരുവുള്ളം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചും പാപത്താൽ തടയപ്പെടാതെയും അവൾ കർത്താവിൻ്റെ ദാസിയായി തൻ്റെ പുത്രന് വേണ്ടിയും അവിടുത്തെ ദൗത്യത്തിന് വേണ്ടിയും സ്വയം പൂർണ്ണമായി പ്രതിഷ്ഠിച്ചു. അവിടുത്തേക്ക് വിധേയയായും അവിടുത്തോട് കൂടെയും സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ രക്ഷാകര രഹസ്യത്തിൽ അവൾ പങ്ക് വഹിച്ചു. സഭാപിതാക്കന്മാർ മറിയത്തെ ദൈവ തൃക്കരങ്ങളിലെ നിശ്ചേഷ്ട ഉപകരണമായിട്ടല്ല, പ്രത്യുത തൻ്റെ വിശ്വാസവും അനുസരണവും വഴി സ്വതന്ത്രമായി രക്ഷാകർമ്മത്തിൽ പങ്കെടുക്കുന്നവളായി പരിഗണിക്കുന്നത് സകാരണമാണ്. വിരക്ഷിത ഇരണയോസ് പറയുന്നത് പോലെ അവൾ അനുസരണത്താൽ തൻ്റെയും എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് കാരണക്കാരിയായി. ഈ വിശദീകരണ സഭ സ്പഷ്ടമാക്കുകയാണ് പരിശുദ്ധ കന്യാമറിയം സ്വതന്ത്ര മനസ്സോടുകൂടെ തന്നെ മിശിഹായുടെ രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയായി. അതുകൊണ്ട് ഈ വിശുദ്ധ ഇരണയോസ്, സഭാപിതാവ് വിശുദ്ധ ഇരണയോസ് എത്രയോ ശക്തമായിട്ടാണ് പറയുന്നത്, മറിയം തൻ്റെയും മറ്റുള്ളവരുടെയും രക്ഷയ്ക്ക് ഒരു കാരണമായി തീർന്നു. മാതാവിൻ്റെ രക്ഷാകര കർമ്മത്തിലെ സഹകരണത്തെ പറ്റി തിരുസഭ എന്ന രേഖയിൽ 61-ാം ഖണ്ഡികയിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പ്രാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ദൗത്യത്തിൽ മറിയം തൻ്റെ അനുസരണം, വിശ്വാസം, ശരണം, ഉജ്ജ്വലിക്കുന്ന ഉപമ എന്നിവ വഴി തികച്ചും അനിതരസാധാരണമായ രീതിയിൽ സഹകരിച്ചു. ഇതുകൊണ്ടാണ് പ്രസാദപര മണ്ഡലത്തിൽ അവൾ നമ്മുടെ മാതാവായിരിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതു തരത്തിലുള്ള സഹകരണമാണ് മാതാവ് ഈശോയുടെ രക്ഷാകര കർമ്മത്തിൽ ചെയ്തത്?
രണ്ട് കാര്യമാണ് സഭ എന്നും പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ മാതാവിനുണ്ടായിരുന്ന സഹകരണം. രണ്ട്, ഈശോയുടെ രക്ഷാകര സഹനത്തിൽ മാതാവിനുണ്ടായിരുന്ന പങ്കാളിത്തം. മനുഷ്യാവതാരത്തിൽ മാതാവ് നിർണായക പങ്കാണ് വഹിച്ചിരിക്കുന്നത്. മാതാവിൻ്റെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നുള്ള ആ സ്വതന്ത്ര മനസ്സോടെയുള്ള ആ വിധേയപ്പെടൽ, ആ അനുസരണമില്ലായിരുന്നെങ്കിൽ മനുഷ്യാവതാരം തന്നെ എങ്ങനെ സംഭവിക്കുമായിരുന്നു? മനുഷ്യാവതാരം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും ആകുമായിരുന്നില്ലേ? അപ്പോൾ മനുഷ്യാവതാരത്തിന് വാതിൽ തുറന്നു കൊടുത്തത് മറിയം എന്ന ഏക വ്യക്തിയാണ് എന്നതിനാൽ രക്ഷാകര കർമ്മത്തിൽ മാതാവിന് നിർണായകമായ പങ്കുണ്ട് എന്ന് സ്പഷ്ടമാണ്. വീണ്ടും ഈശോയുടെ സഹനത്തിലും മരണത്തിലും മാതാവ് എന്ത് പങ്കാണ് വഹിച്ചത് നോക്കാം. ഈശോയുടെ സഹനം അവിടുന്ന് ശാരീരികമായി അതിദാരുണമായ ആ ക്ലേശങ്ങളും പീഡനങ്ങളും ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ അമ്മയായ മറിയം അതിനെല്ലാം ദൃക്സാക്ഷിയായി നിന്നുകൊണ്ട് അതെല്ലാം ആത്മാവിൽ ഏറ്റെടുത്തു. ശരീരത്തിൻ്റെ വേദനയ്ക്ക് എത്രയോ വലിയ വേദനയാണ് മനസ്സിൻ്റെ വേദന എങ്കിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വേദനയ്ക്ക് എത്രയോ വലിയ വേദനയാണ് ആത്മാവിൻ്റെ നൊമ്പരം. പരിശുദ്ധ അമ്മ ഈശോയുടെ മുഴുവൻ പീഡാനുഭവങ്ങളും സഹനങ്ങളും ആത്മാവിൽ ഒപ്പിയെടുത്ത് അത് മുഴുവനും സഹിച്ചു. അതുകൊണ്ട് മാതാവ് ഈശോയുടെ രക്ഷാകര സഹനത്തിലും അതുല്യ പങ്കാളിത്തം. ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാൽ പരിശുദ്ധ കന്യകയ്ക്ക് മനുഷ്യകുലത്തിൻ്റെ രക്ഷയിൽ പങ്കാളിത്തം ഉണ്ട് എന്ന് തന്നെയാണ് സഭ എന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ആണ് നമ്മൾ സഹരക്ഷിക എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് ഈ കാലയളവിലുണ്ടായ രേഖയിൽ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. സഹരക്ഷിക എന്ന പദവി പേര് ഉപയോഗിക്കരുത് എന്ന് വിശ്വാസരസംഘം നിർദ്ദേശിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം മറിയത്തിൻ്റെ സ്ഥാനം കുറയ്ക്കാനല്ല, രക്ഷാകർമ്മത്തിലുള്ള മറിയത്തിൻ്റെ പങ്ക് നിഷേധിക്കാനുമല്ല. പ്രത്യുത യേശുവാണ് ഏകരക്ഷകൻ എന്ന കേന്ദ്ര വിശ്വാസ സത്യം ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ്. യേശുവും മറിയവും കൂടിയാണ് രക്ഷ സാധിച്ചത് എന്ന ധ്വനി സഹരക്ഷിക എന്ന പേരിന് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കൂടുതൽ സുരക്ഷിതമാകാൻ വേണ്ടി സഹരക്ഷിക എന്ന പദം ഉപയോഗിക്കാതിരിക്കണമെന്ന് വത്തിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പരിശുദ്ധ കന്യാമാതാവിൻ്റെ മധ്യസ്ഥ എന്ന റോൾ എന്ന പങ്കിനെ പറ്റിയാണ്. സകല കൃപാവരങ്ങളുടെ മധ്യസ്ഥ എന്ന് മാതാവിനെ വിളിക്കരുതെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ കൃപാവരങ്ങൾ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ ഭാഗമാണ്. ക്രിസ്തു നേടിത്തന്ന രക്ഷയാണ് കൃപാവരങ്ങളായി നമുക്ക് ലഭിക്കുന്നത്. രക്ഷ നേടുത്തുന്നത് ഈശോയാണ്, മറിയമല്ല. അതുകൊണ്ടാണ് എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്ന് മറിയത്തെ വിളിക്കരുത് എന്ന് സഭ നിർദ്ദേശിക്കുന്നത്. അതേസമയം മറിയത്തിൻ്റെ മധ്യസ്ഥത സഭ ഒരിക്കൽ നിഷേധിച്ചിട്ടില്ല. മറിയത്തെ മധ്യസ്ഥയായി തന്നെയാണ് സഭ സ്വീകരിച്ചിരിക്കുന്നത്. അതേപ്പറ്റി രണ്ടാമത്തെ കസൂനകദോസിൻ്റെ ലൂമൻ ജൻസിയും അഥവാ തിരുസഭ എന്ന രേഖയുടെ 62 ഖണ്ഡികയിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: പ്രസാദപര ക്രമത്തിലുള്ളതും മംഗളവാർത്തയുടെ അവസരത്തിൽ വിശ്വസ്തതാപൂർവം നൽകിയതും കുരിശിൻ ചുവട്ടിൽ അചഞ്ചലമായി കാത്തുസൂക്ഷിച്ചതുമായ മറിയത്തിൻ്റെ മാതൃത്വം അവൾ മംഗളവാർത്തയിൽ സമ്മതം നൽകിയ നിമിഷം മുതൽ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും മകുടൻ ചാർത്തൽ വരെ ഇടമുറിയാതെ നിലനിൽക്കുന്നു. സ്വർഗാരോപിതയായതോടെ ഈ രക്ഷാകര ദൗത്യം അവസാനിപ്പിക്കാതെ നിത്യരക്ഷയ്ക്കാവശ്യമായ ദാനങ്ങൾ സമ്പാദിച്ചു തരുന്നതിൽ അവൾ വിവിധ തരത്തിൽ മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. തന്മൂലം അത്രേ തിരുസഭ പരിശുദ്ധ കന്യകയെ അഭിഭാഷിക, സഹായിക, ഉപകാരിണി, മധ്യസ്ഥ എന്നീ അഭിധാനങ്ങളിൽ വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ രേഖയിലും വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മാതാവ്
നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വഹിക്കുന്നുണ്ട്. അവൾ മധ്യസ്ഥയാണ്. എന്നാൽ മാതാവിൻ്റെ ഈ മധ്യസ്ഥതയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, മാതാവ് സ്വന്തം യോഗ്യതയിലല്ല ഇപ്രകാരം മധ്യസ്ഥത വഹിക്കുന്നത്, മറിച്ച് മിശിഹായുടെ യോഗ്യതയിലാണ്. അപ്പോൾ ഈശോയുടെ കൂടെയും ഈശോയുടെ കീഴെയും ആണ് മാതാവ് മധ്യസ്ഥത വഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ രേഖയുടെ അടുത്ത വാചകത്തിൽ ഇപ്രകാരം പറയുന്നത്, അതേസമയം ഇവയൊന്നും ഏക മധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ മഹത്വത്തെയോ ഫലദായക ശക്തിയെയോ ഏതെങ്കിലും തരത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതില്ല. അപ്പോൾ ഈശോയുടെ മധ്യസ്ഥതയാണ് സർവപ്രധാനമായ മധ്യസ്ഥത. അതേസമയം പരിശുദ്ധ കന്യാമറിയത്തിനും ഈശോയുടെ ഒരു സഹമധ്യസ്ഥത ഉണ്ട്, ഈശോയുടെ കൂടെ മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ എടുത്തു പറയുന്നത് എന്തിനു വേണ്ടിയാണ് മധ്യസ്ഥത വഹിക്കുന്നത് പറയുന്നുണ്ട്, രക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ സമ്പാദിച്ചു തരുന്നത്. ഈ ഭൂമിയിലെ സകല അനുഗ്രഹങ്ങളും ഒരാൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു തന്നാലും അതിനേക്കാൾ എത്രയോ താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത ഉന്നതമായ മധ്യസ്ഥതയാണ് നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ സമ്പാദിച്ചു തരുന്ന മറിയത്തിൻ്റെ മധ്യസ്ഥത. മറ്റൊരു വിശുദ്ധർക്കും സാധ്യമല്ല. മാതാവിന് മാത്രമുള്ള പ്രത്യേകമായ ഒരു ശക്തിയാണ് നിത്യരക്ഷയ്ക്കാവശ്യമായ ദാനങ്ങൾ നമുക്ക് സമ്പാദിച്ചു തരുന്നതിൽ മാതാവ് വഹിക്കുന്ന മധ്യസ്ഥത. ഇവിടെ ഒരു വിശദീകരണം കൂടെ ആവശ്യമുണ്ട്. ആരാണ് മധ്യസ്ഥൻ? പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസ് എഴുതിയ ലേഖനത്തിൽ ഏക മധ്യസ്ഥനായ യേശുവിനെ പറ്റി പറയുന്നത്. മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതും മധ്യസ്ഥനായിരിക്കുന്നതും രണ്ടും രണ്ടാണ്. ഈശോ ഏക മധ്യസ്ഥനായിരിക്കും എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? എന്താണ് മധ്യസ്ഥൻ? ആരാണ് മധ്യസ്ഥൻ? അകന്ന് കഴിയുന്ന രണ്ടുപേരെ അനുരഞ്ജിപ്പിക്കുന്ന വ്യക്തിയുടെ പേരാണ് മധ്യസ്ഥൻ. ആദ്യ മാതാപിതാക്കന്മാരെ പാപത്തിന്റെ ഫലമായി മനുഷ്യവർഗം മുഴുവനും ഒന്നടങ്കം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിലേക്ക് മനുഷ്യവർഗത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ദൈവവുമായി മനുഷ്യവർഗത്തെ അണ്ടഞ്ഞിപ്പിക്കാൻ ദൈവവും മനുഷ്യനും ഒരേ സമയത്തായിരിക്കുന്ന ഒരാൾ, ഒരേ സമയത്ത് ദൈവവും ഒരേ സമയത്ത് മനുഷ്യനുമായ ഒരാളിനെ പറ്റുകയുള്ളൂ. അത് യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തു ദൈവമാണ്, അവിടുന്ന് മനുഷ്യ അവതാരം ചെയ്ത ദൈവമാണ്. അതുകൊണ്ട് അവിടുന്ന് മനുഷ്യവർഗത്തിന് മുഴുവനും പ്രതിനിധിയാണ്. ആ നിലയിൽ അവിടുന്ന് ദൈവത്തോട് മനുഷ്യവർഗത്തെ അണ്ടഞ്ഞിപ്പിച്ചു. ആ അർത്ഥത്തിലാണ് ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാതാവ് മധ്യസ്ഥയാണെന്ന് പറയുമ്പോൾ മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ഒപ്പം മനുഷ്യകുലത്തെ ദൈവവുമായി രമ്യതപ്പെടുത്തിയതിൽ സുപ്രധാന വ്യക്തി ഈശോയാണ്. പക്ഷേ മാതാവും അതിൽ പങ്കാളിയായിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് തോമസ് അക്വിനാസ് പറയുന്നത്, യേശുവാണ് ഏക മധ്യസ്ഥൻ, പക്ഷേ യേശുവിൻ്റെ കീഴെ സഹമധ്യസ്ഥർ ആകാം. എപ്പോൾ? ദൈവത്തോട് മനുഷ്യരെ അനുരഞ്ജിപ്പിക്കുന്നതിൽ യേശു മധ്യസ്ഥത വഹിച്ചു. ദൈവത്തോട് മനുഷ്യരെ അണ്ടഞ്ഞിപ്പിക്കുന്നതിൽ മനുഷ്യർക്കും ഒരു ചെറിയ പങ്ക് വഹിക്കാൻ സാധിക്കും. മാതാവിൻ്റെ പങ്ക് ഈ കാര്യത്തിൽ വളരെ ഉയർന്ന പങ്കാണ്. അതുകൊണ്ട് ഈ വിശദീകരണങ്ങൾ വിളിച്ചത് നമുക്കൊരു കാര്യം നമ്മൾ ഉറപ്പിക്കണം. മാതാവിനോട് പ്രാർത്ഥിക്കരുതെന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് സഭയുടെ എന്നുമുള്ള യാചനയാണ്. അതുകൊണ്ട് മാതാവിനോട് മധ്യസ്ഥ അപേക്ഷിക്കുന്നത് സഭ വിലക്കിയിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തി സഭ കുറവ് വരുത്താൻ ശ്രമിച്ചോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ രേഖ മൂലം പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തി കുറയ്ക്കാൻ സഭ പരിശ്രമിച്ചോ എന്ന് സംശയമുള്ളവരുണ്ട്. ഒരിക്കലുമില്ല. അതേപ്പറ്റിയും രണ്ടാമത്തേക്ക് സുമനഗതോസിൻ്റെ
ലൂമൻ ജൻസിയും എന്ന തിരുവഴുത്തിൻ്റെ പ്രബോധന രേഖയുടെ 66-ാം ഖണ്ഡികയിൽ വളരെ സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുന്നുള്ളത് ഇങ്ങനെയാണ്: സഭയിൽ പരിശുദ്ധ കന്യകകളുടെ ഭക്തിയെപ്പറ്റി ദൈവം കാരുണ്യപൂർവ്വം തൻ്റെ പുത്രൻ കഴിഞ്ഞാൽ എല്ലാ മാലാഖമാരിലും മനുഷ്യരിലും ഉപരിയായി ഉയർത്തിയ മറിയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവും ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങൾ പങ്കുകാരിയുമായി സഭ പ്രത്യേക വിധം ബഹുമാനിക്കുന്നത് യുക്തമാണ്. യഥാർത്ഥത്തിൽ അതിപുരാതന കാലം മുതൽ മറിയം ദൈവമാതാവ് എന്ന അഭിധാനത്താൽ ബഹുമാനിക്കപ്പെട്ടിരുന്നു. സകല ആവശ്യങ്ങളിലും അപകടങ്ങളിലും വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം അവളിൽ ആശ്രയം തേടുകയും ചെയ്തിരുന്നു. ദൈവമാതാവ് എന്ന ആ ഉന്നത സ്ഥാനം അതിനോട് തുലനം ചെയ്യുമ്പോൾ സകരക്ഷിക എന്ന സ്ഥാനം വളരെ ചെറുതാണ്. ദൈവത്തിൻ്റെ അമ്മ എന്ന സ്ഥാനം പോലും മാതാവിന് തിരുസഭ കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് മാതാവിൻ്റെ സ്ഥാനം താഴ്ത്തിക്കളയാനല്ല സകരക്ഷിക എന്ന വാക്ക് ഉപയോഗിക്കരുതെന്ന് സഭ പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ മരിയാളിസ് കുൾത്തൂസ് എന്ന വിശുദ്ധ 6-ാം പൗലോസ് മാർപ്പാപ്പയുടെ ഒരു പ്രബോധനം കൂടെ നമ്മൾക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ മരിയ ഭക്തി അല്ലെങ്കിൽ മരിയാലിസ് കുൾത്തൂസ് എന്ന രേഖയുടെ 56-ാം ഖണ്ഡികയിൽ ആണ് മരിയ ഭക്തിയെപ്പറ്റി സ്പഷ്ടമായി പഠിപ്പിച്ചിരിക്കുന്നത്. കന്യക മറിയത്തോടുള്ള സഭയുടെ ഭക്തി ക്രൈസ്തവ ആരാധനയുടെ ഒരാന്തരിക ഘടകമാണ്. ഈ ഭക്തി വെളിവാക്കപ്പെട്ട വചനത്തിൽ രൂഢമൂലമായതും ദൃഢമായ സൈദ്ധാന്തിക അടിത്തറകൾ ഉള്ളതുമാണ്. അത് മറിയത്തിൻ്റെ അനന്യമായ മഹത്വം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അമ്മ അസാധാരണമായ കൃപ മൂലം ഭൂമിയിലും സ്വർഗത്തിലുമുള്ള എല്ലാവരെയുംകാൾ വലിയവളാണ്. അവളുടെ പുത്രൻ പൂർത്തിയാക്കിയ രക്ഷാചരിത്രത്തിലെ നിർണായക നിമിഷങ്ങളിൽ അവൾ വഹിച്ച പങ്കും അവളുടെ പരിശുദ്ധിയും പരിഗണിച്ചുകൊണ്ടുള്ളതാണ് ഈ ഭക്തി. വിശുദ്ധ 6-ാം പൗലോസ് മാർപ്പാപ്പ ഈ പ്രബോധനത്തിലൂടെ സഭയുടെ മരിയ ഭക്തിക്ക് വിശുദ്ധ ബൈബിളിലും സഭയുടെ പാരമ്പര്യത്തിലും അടിസ്ഥാനമുണ്ടെന്നും മാതാവ് ഈശോ രക്ഷാകര കർമ്മത്തിൽ വഹിച്ച പങ്കിനെയും മാതാവിൻ്റെ അസാധാരണ പരിശുദ്ധിയെയും ആസ്പദമാക്കിയാണ് തിരുസഭ മാതാവിനെ ഭക്തിയോടെ വണങ്ങുന്നതെന്നും പഠിപ്പിക്കുകയാണ്. ഈ പങ്കുവയ്ക്കലിൻ്റെ അവസാന ഭാഗത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് മാത്തർ പോപ്പുലി ഫിദലിസ് എന്ന വിശ്വാസകാര്യാലയ മന്ത്രാലയത്തിൻ്റെ രേഖ നിലവിലുള്ള നമ്മുടെ മരിയ ഭക്തിയെ പുനഃപരിശോധിക്കാൻ കാരണമാകണമെന്നാണ്. യേശുക്രിസ്തുവിലേക്കോ പരിശുദ്ധ ത്രിത്വത്തിലേക്കോ എത്താതെ പരിശുദ്ധ മറിയത്തിൽ തന്നെ ചെന്ന് അവസാനിക്കുന്ന മരിയൻ ഭക്ത അനുഷ്ഠാനങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിന് അനുസൃതമല്ല. യഥാർത്ഥ മരിയ ഭക്തി യേശുവിലേക്കും പരിശുദ്ധ ത്രിത്വത്തിലേക്കും നമ്മെ ആനയിക്കേണ്ടതാണ്. അതേപ്പറ്റി ഉള്ള തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനം കൂടെ നമുക്ക് കേൾക്കാം. 2-ാം വത്തിക്കാൻ സുനകദോസിൻ്റെ ലൂമൻ ജൻസിയും എന്ന പ്രബോധന രേഖയുടെ 66-ാമത്തെ ഖണ്ഡികയിൽ നിന്നാണ്. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, കാരണം ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് കന്യക മറിയം തന്നെ പ്രവചിച്ചിട്ടുണ്ടല്ലോ. സഭയിൽ എക്കാലവും നിലനിന്ന് പോരുന്ന ഈ വണക്കത്തിനൊരു സവിശേഷതയുണ്ട്. എങ്കിലും മനുഷ്യ അവതാരം ചെയ്ത വചനത്തിനും പിതാവിനും പരിശുദ്ധാത്മാവിനും നൽകുന്ന ആരാധനയിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. പക്ഷേ മരിയ വണക്കം ഈ ആരാധനയ്ക്ക് സഹായകമാണെന്നതും ഒരു പരമാർത്ഥമത്രേ. മരിയ ഭക്തിയുടെ എല്ലാം ലക്ഷ്യം മാതാവ് വണങ്ങപ്പെടുന്നതോടുകൂടെ പുത്രൻ ശരിയായി അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ മരിയ ഭക്തി ഈശോയിലേക്കും പരിശുദ്ധത്വത്തിലേക്കും
ഉള്ള ഒരു വാതിലായി തീരട്ടെ, ഒരു മാർഗമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ചുരുക്കി ഞാൻ ഒരു 3-4 വാചകങ്ങൾ പറയാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2025 നവംബർ 4 വിശ്വാസ കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഈ തിരുവെഴുത്ത് ഒരു കാരണവശാലും രക്ഷാകർമ്മത്തിലുള്ള മാതാവിൻ്റെ പങ്ക് നിഷേധിക്കുന്നില്ല, മാതാവിനുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് നിരോധിക്കുന്നില്ല, മരിയ ഭക്തിയെ ഇടിച്ചു താഴ്ത്തുന്നില്ല, സഭയുടെ ഇതേവരെ ഉണ്ടായ പ്രബോധന പാരമ്പര്യത്തിൽ നിന്നും സഭ പിന്മാറിയിട്ടില്ല, മരിയ ഭക്തി തള്ളി പറയുന്നില്ല. പ്രത്യുത രക്ഷാകർമ്മത്തിൽ മാതാവിന് അതുല്യമായ പങ്കുണ്ടെന്ന് തന്നെ സഭ എന്നും ആ പ്രബോധനം തുടരുന്നു. അതേസമയം സഹരക്ഷിക എന്ന വാക്ക് ഈശോയാണ് ഏകരക്ഷകൻ എന്ന വിശ്വാസത്തിന് സത്യത്തെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളോ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രം ആ നാമം, ആ പേര് ഉപയോഗിക്കുന്നതെന്ന് സഭ പഠിപ്പിക്കുന്നേ ഉള്ളൂ. മാതാവിൻ്റെ സ്ഥാനം കുറയ്ക്കാനല്ല സഭ പരിശ്രമിച്ചത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്ന ആ പേരും ഉപയോഗിക്കേണ്ടതില്ല എന്ന സഭയുടെ അനുശാസനം നമ്മൾ അനുസരണയോടെ വിധേയത്വത്തോടെ സ്വീകരിക്കണം. അത് നമ്മുടെ മരിയ ഭക്തിക്ക് ഒരു കുറവും വരുത്തുകയില്ല, മറിച്ച് ശരിയായ മരിയ ഭക്തി അഭ്യസിക്കുവാൻ നമ്മെ ഈ പ്രബോധന രേഖ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെ സ്തുതി. ആവേ മരിയ.